ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, പതിവ് പോലെ തന്നെ വിളക്ക് കത്തിച്ചു, പ്രാർത്ഥിച്ചു. ഇന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നാളെയാണ് നമ്മൾ മാല ഇടാനായിട്ട് പോകുന്നത്. മാല ഇടാൻ പോകുന്ന അമ്പലത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. നമ്മൾ ആലപ്പുഴയിൽ ഒരു അമ്പലത്തിൽ പോയാണ് കേട്ടോ മാല ഇടുന്നത്. അപ്പോൾ ഞാൻ ഭസ്മം വാങ്ങിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ കുളിച്ച് കഴിഞ്ഞ് ആദ്യം തന്നെ ഭസ്മം തൊടും കേട്ടോ. എനിക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് ഇങ്ങനെ ഭസ്മം തൊടുമ്പോഴത്തേക്കും. എൻ്റെ മുഖം കണ്ടോ, എനിക്ക് നല്ല തലവേദനയുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടില്ലായിരുന്നോ, ത്രെഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ. ത്രെഡ് ചെയ്തിട്ട് വന്ന അന്ന് രാത്രിയിലും പിറ്റേ ദിവസവും എനിക്ക് നല്ല തലവേദനയായിരിക്കും കേട്ടോ. അത് പണ്ട് തൊട്ടേ അതെ, ഇപ്പം ഇച്ചിരി കൂടുതലായിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. കണ്ണൻകുട്ടൻ ബെഡിൽ നിന്ന് പോയി ഇവിടെ വന്ന് കിടന്നുറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഈ രാജേഷണൻ എനിക്ക് കോവയ്ക്ക അരിഞ്ഞ് തന്നിട്ടുണ്ട്, കുറച്ച് സബോളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. കടലക്കറി വെക്കാനായിട്ട് പോവുകയാണ്. നന്നായിട്ട് താമസിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറി ആക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഓർത്തത് പുട്ടും ഒക്കെ ഈ കുഞ്ഞുങ്ങൾ വർക്കിംഗ് ഡേ ദിവസങ്ങളിൽ, പഠിത്തമുള്ള ദിവസങ്ങളിൽ പുട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻകുട്ടനൊക്കെ ഭയങ്കര പാടായിരിക്കും. പിന്നെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നെഞ്ചിന് എരിച്ചലോ അല്ല ദാഹം കൂടുതൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാം. പലരും പറഞ്ഞു തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് അധികം പുട്ട് അധികം കൊടുക്കല്. കണ്ണൻകുട്ടന് പുട്ട് കൊടുത്താൽ അങ്ങോട്ട് ദഹിക്കത്തില്ല പെട്ടെന്ന് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ അധികം പുട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ചപ്പാത്തി ആക്കി കേട്ടോ. ചപ്പാത്തി ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല, കണ്ണൻകുട്ടന് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ലേറ്റായി ഞാൻ ഇന്ന് എഴുന്നേക്കാൻ പോലും. എനിക്കാണെങ്കിൽ ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞാൻ പെട്ടെന്ന് ചപ്പാത്തി ആക്കി കേട്ടോ. ചപ്പാത്തിയും കടലക്കറിയുമായിരുന്നു. പിന്നെ ഇത് ആവി പറക്കുന്ന ചോറ്. ഇത് പൊന്നുകുട്ടിയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. പൊന്നുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വീഡിയോ എടുത്തു തരാൻ. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ആൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ രാജേഷനുള്ള ചോറ്, പൊന്നുകുട്ടിക്കുള്ള ചോറ്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുക്കുകയാണ്. എല്ലാം പെട്ടെന്ന് ഞാൻ എത്ര താമസം എഴുന്നേറ്റാലും അവർക്ക് പോകേണ്ട സമയമാകുമ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കും. പൊന്നുകുട്ടിയും അണ്ണനും പറയുന്നത്, അണ്ണാന്നാണ് കേട്ടോ ഞാൻ രാജേഷനെ വിളിക്കുന്നത്. അപ്പോൾ അണ്ണനും പറയുന്നത് മാജിക് ആണെന്നാണ് പറയുന്നത്. എല്ലാം പെട്ടെന്ന് എങ്ങനെ ചപ്പാത്തിയൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റിട്ടെന്നാണ് കേട്ടോ ചോദിക്കുന്നത്. എനിക്ക് ഇച്ചിരി സ്പീഡിൽ ഞാൻ ചെയ്യും. അടുക്കളയിലെ ജോലികൾ പെട്ടേന്ന് ചെയ്യും കേട്ടോ. ഞാൻ 7 മണിയായപ്പോഴാണ് അടുക്കളയിൽ കയറിയത്. 7:45 ചോറാക്കി, കടലക്കറിയാക്കി, കോവയ്ക്ക മെഴുക്കുരട്ടിയാക്കി, ചമ്മന്തിയാക്കി, ചപ്പാത്തി ഉണ്ടാക്കുന്നത് നല്ല പണിയല്ലേ. കുഴയ്ക്കണം, പരത്തണം. ഞാനിവിടെ പാക്കറ്റ് ചപ്പാത്തികളൊന്നും വാങ്ങിക്കത്തില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമേ അല്ല പാക്കറ്റ് ചപ്പാത്തി. പാക്കറ്റിൽ വരുന്ന മാവുകൾ ഇങ്ങനത്തെ ഒരു സാധനവും ഞാനിവിടെ മേടിക്കത്തില്ല. അത്രയ്ക്ക് ഗതികെട്ടാലേ, അത്രയ്ക്ക് എനിക്ക് വയ്യെങ്കിലും മാത്രമേ ഞാൻ മേടിക്കുകയുള്ളൂ. എത്ര വയ്യെങ്കിലും ഞാൻ ഇവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതേ കണ്ണൻകുട്ടൻ ഉറക്കമാണ്. പൊന്നുകുട്ടി പോകാൻ നേരത്ത് ടാറ്റ കൊടുക്കണം, എഴുന്നേക്കാൻ പറയാണ്. രാജേഷനും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവുകയാണ്. അണ്ണൻ ഇന്ന് എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ പൊന്നുകുട്ടിയുടെ വണ്ടി വന്നിട്ട് പൊന്നുകുട്ടി പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ 3 പേരുടെ കാര്യങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഇപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ അമ്മമാരുടെ കയ്യിൽ അല്ലെ ഭാര്യമാരുടെ കയ്യിലാണല്ലോ നമ്മുടെ ഭർത്താക്കന്മാരുടെയും നമ്മുടെ മക്കളുടെയും ഉത്തരവാദിത്തങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ 3 പേരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. കണ്ണൻകുട്ടൻ രാവിലെ എഴുന്നേറ്റിട്ട് പഠിക്കാനുള്ള ഇന്ന് പരീക്ഷയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി നോക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ സ്ഥിരമാണ് കുഞ്ഞിന് എക്സാം. അപ്പോൾ കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഡിക്റ്റേഷൻ വേർഡ്സൊക്കെ എഴുതി നോക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ 3 പേരുടെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യും. അവരുടെ ഡ്രസ്സ് കഴുകുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എത്ര വയ്യെങ്കിലും ഞാനത് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്കും കണ്ണൻകുട്ടനുമുള്ള ചപ്പാത്തി ഉണ്ടാക്കണം. ചമ്മന്തി അരച്ചായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവരെ ഒന്ന് പല്ലിയേപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് വേണം എനിക്കതൊക്കെ ചെയ്യാം. പിന്നെ കുറേ തുണികൾ ഇന്നും കഴുകാനുണ്ട്. എന്നും എവിടുന്നാലും ഇതിന് മാത്രം തുണികൾ നോക്കി. ഇന്ന് പിന്നെ ബെഡ്ഷീറ്റ്, തലേണ കവർ അങ്ങനെയൊക്കെ കഴുകണമായിരുന്നു. പിന്നെ തടുക്കൊക്കെ കഴുകണമായിരുന്നു. തടുക്ക് ഓൾറെഡി ഒരു പ്രാവശ്യം ഞാൻ വ്രതം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കഴുകിയായിരുന്നു. ഇനിയിപ്പോൾ നാളെ മാല ഇടാൻ പോവല്ലേ, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വാഷ് ചെയ്ത് കേട്ടോ തടുക്കും കാര്യങ്ങളൊക്കെ. ഈ കല്ല് കണ്ടോ, ഇത് മാർബിളാണ്. പണ്ടെങ്ങാണ്ട് എവിടുന്നോ എൻ്റെ അച്ഛന് കിട്ടിയതാണ് കേട്ടോ. പണ്ട് എൻ്റെ അച്ഛന് ടൈലിൻ്റെ പണി ഉണ്ടായിരുന്നു.
പണിക്ക് പോകുമായിരുന്നു. അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ഇത്. ഭയങ്കര കനമാണ്. അത് ചപ്പാത്തി പരത്താൻ എൻ്റെ അമ്മ ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ അങ്ങനെ കുറേ പാത്രങ്ങളുണ്ട്. അമ്മുമ്മ ഉപയോഗിച്ചത്, പിന്നെ അമ്മ ഉപയോഗിച്ച്, ഞാനും ഉപയോഗിച്ച്, അങ്ങനത്തെ കുറേ പാത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ ഒരു അസറ്റാണ് അത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞാനും ചപ്പാത്തിയും കടലക്കറിയും കഴിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരുപാട് മിസ്സിങ്ങൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഓൺ വോയിസ് ഓവറെന്ന് പറഞ്ഞു, എനിക്കറിയില്ല, എന്തൊക്കെയോ മിസ്സിങ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ നേരിട്ട് പറയുമ്പോഴത്തേക്കും കുറേ തെറ്റുകൾ വരുമല്ലോ. പിന്നെ ഇന്ന് ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചു കേട്ടോ. മൊത്തവും പാത്രം കഴുകി വെച്ചിട്ടാണ് ഞാനിന്ന് കണ്ണൻകുട്ടനെ വിടാൻ പോയത്. അല്ലെങ്കിലും താമസിച്ച് എല്ലാം ചെയ്യുന്ന ദിവസം ഇച്ചിരി പണികൾ നമുക്ക് ഇച്ചിരിയും കൂടി വെടുപ്പായിട്ടൊക്കെ ചെയ്യാനായിട്ട് തോന്നുമല്ലോ അല്ലേ. അത് ചില ആളുകൾക്കുള്ളൊരു തരം വട്ടാണത്. എനിക്ക് അങ്ങനത്തെ വട്ടുകൾ ഇച്ചിരി കൂടുതലാണ് കേട്ടോ. പിന്നെ ഈ OCD പോലത്തെ ഒരു അസുഖം കേട്ടിട്ടുണ്ടല്ലോ. ഇച്ചിരി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഇച്ചിരി ഓവറാണ് എനിക്ക്. ഒരുപാടല്ല എങ്കിലും എപ്പോഴും തൂക്കണം, തുടയ്ക്കണം, വൃത്തിയായിട്ട് കിടക്കണം. വലിച്ചു വാരി ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. ആകെ ഈ വീട്ടിൽ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ഒരേ ഒരു സാധനമുള്ള എൻ്റെ അലമാരി. അതെത്ര അടുക്കിയാലും നേരെയാകത്തില്ല കേട്ടോ. മൊത്തം കുത്തിക്കുഴച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് അലമാരിയേ ഇഷ്ടമല്ല. പണ്ട് എൻ്റെ അമ്മ അടുക്കള കാണാൻ വന്നപ്പോൾ എനിക്ക് തന്നൊരു അലമാരിയാണ് കേട്ടോ. എനിക്കത് ഇഷ്ടമേ അല്ല കേട്ടോ. എത്ര അടുക്കി വെച്ചാലും നിറച്ച് തുണിയുമാണ്. എനിക്ക് തന്നെ അറിയാൻ മേല. അതേ നമ്മുടെ കണ്ണൻകുട്ടൻ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നു കേട്ടോ. എൻ്റെ വീഡിയോയ്ക്കൊന്നും അങ്ങനെ വലിയ വ്യൂവും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കുറച്ച് ദിവസം ആയല്ലോ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഈ വീഡിയോ ഞാൻ ഫ്രൈഡേ ആണ് ഇടുന്നത്. ഫ്രൈഡേ അമ്പലത്തിൽ പോകുന്ന വീഡിയോ. ഞാൻ ഒരുപാട് അമ്പലത്തിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താകും എന്തോന്നൊന്നും അറിയത്തില്ല. ഞാൻ ത്രെഡൊക്കെ ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്, കാണാൻ സുന്ദരിയായിട്ടുണ്ടോ? അപ്പോൾ അതേ ഞാൻ കണ്ണൻകുട്ടനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ ചേർത്തല അമ്പലത്തിൽ വന്നു കേട്ടോ. അത് എനിക്ക് നമ്മളിപ്പോൾ താമസിക്കുന്ന വീടില്ലേ, അതിന് മുമ്പ് താമസിച്ച വീട്ടിൽ താമസിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ ഈ ചേർത്തല അമ്പലത്തിൽ വരവ്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വരാറില്ല. രാജേഷനായിട്ടാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ വെള്ളിയാഴ്ച ദിവസമൊക്കെ പോയി ഇപ്പോൾ എനിക്ക് ചേർത്തല അമ്പലത്തിൽ വന്ന ദേവിയെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ചേർത്തല അമ്പലം. നല്ല രസമല്ലേ സത്യം പറഞ്ഞാൽ. നമ്മുടെ ചേർത്തല ടൗണിൽ, ആലപ്പുഴ ജില്ലയിലാണ് ചേർത്തല. അറിയാത്ത ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അറിയാവുന്നവരും കാണും. അപ്പോൾ ചേർത്തലയിൽ നടക്കാണ് കേട്ടോ ദേവി ഇരിക്കുന്നത്. ടൗണിൻ്റെയും ആളുകളുടെയൊക്കെ നടുക്കാണ് ചേർത്തല ദേവി ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേർത്തല. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ദേവിയോട് സംസാരിക്കും കേട്ടോ. അങ്ങനെ സർപ്പക്കാവിലൊക്കെ തൊഴുത്, ആ സർപ്പക്കാവിൽ ഞാൻ എൻ്റെ വാട്സാപ്പിൽ ഞാൻ എപ്പോൾ ചേർത്തല അമ്പലത്തിൽ വന്നാലും ദേവിയുടെ ഫ്രണ്ട് പോർഷൻ, നടയുടെ ഫ്രണ്ട് പോർഷൻ, മറ്റേ നമ്മുടെ കൊടിമരയില്ലേ അതും, പിന്നെ ഈ ഒരു പോർഷൻ, ഈ കാവിൻ്റെ ആ ഒരു കാട് പോർഷനും ഞാൻ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കാണാനായിട്ട് തന്നെ. അതുകൊണ്ടാണ് ഈ കാവിൻ്റെ പോർഷൻ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, എന്തോ ഒരു പ്രത്യേകതയാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ എന്തൊക്കെയോ ഉള്ളതുപോലൊക്കെ തോന്നും കേട്ടോ. എന്തോ ദൈവത്തിൻ്റെ എന്തൊക്കെയോ ഉള്ളതുപോലൊക്കെ തോന്നും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. നമ്മുടെ ഈ ചേർത്തല അമ്പലത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. മഹാദേവൻ്റെ നട അങ്ങോട്ട് മാറിയാണ്. അതിൻ്റെ അടുത്ത് തന്നെ കൃഷ്ണനുണ്ട്, കൃഷ്ണ ഗുരുവായൂരപ്പനുണ്ട്. പിന്നെ എന്താ പറയുന്ന വലിയ ഒരു ഇതെന്താ പറയുന്നത്, വലിയൊരു ഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ദേവിയെ നിർത്തിയിട്ടുള്ളൊരു രൂപമുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു പ്രത്യേകതയാണ് ചേർത്തല അമ്പലത്തിൽ പോയവർക്കറിയാം കേട്ടോ. നല്ല രസമാണ്. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര സുഖമാണ്. അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്നതിന് ശേഷം ഇവിടെ ഒരു പൂക്കടയുണ്ട് കേട്ടോ. ഈ ചേച്ചിയായിട്ട് ഞാൻ നല്ല കൂട്ടാണ് കേട്ടോ. എനിക്ക് ആ ചേച്ചിയിൽ നിന്നൊരു സമ്മാനമൊക്കെ തന്നു കേട്ടോ. ഞാൻ ഇവിടെ നിന്നാണ് എല്ലാം മേടിക്കുന്നത്. പിന്നെ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ദിവസം, നാളെ ഇപ്പം മാല ഇടാൻ പോകുമല്ലേ, അപ്പം അങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഭഗവാന്മാർക്കൊക്കെ പൂവ് ചാർത്തും കേട്ടോ. അത് പണ്ട് എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ, ഇങ്ങനെ പൂവ് ചാർത്തുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ ചേച്ചി എനിക്ക് ഒരുപാട് പൂ തരും. എല്ലാ കടകളിലൊന്നും തരുമോയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഞാൻ ആ ചേച്ചിയായിട്ട് നല്ല കൂട്ടായതുകൊണ്ട് എനിക്ക് തരും. അങ്ങനെ അവിടെ നിന്ന് പൂവൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ഇവിടെ അടുത്തൊരു പലചരക്കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. വിളക്കെണ്ണയും മുളക് പൊടി, അത് അവിടെ നിന്നേ വാങ്ങിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഈ ചേച്ചി പനിനീർ പൂവാണ് എനിക്ക്
എനിക്ക് ഇന്ന് തന്നത് കേട്ടോ. സാധാരണ ചെറിയ റോസയാണ് തരാറുള്ളത്. ഈ പ്രാവശ്യം ചേച്ചി എനിക്ക് പനിനീർ പൂവാണ് കേട്ടോ തന്നത്. പിന്നെ എനിക്ക് ചേച്ചി തന്ന സമ്മാനമാണ് കേട്ടോ മുല്ലപ്പൂ തന്നു. വെറുതെ തന്ന, ഇന്ന് നീ വെച്ചോ, നിന്നെ കാണാൻ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട്, അപ്പോൾ എൻ്റെ പൂവും കൂടെ വെച്ച് കഴിഞ്ഞാൽ നീ കുറച്ചുകൂടെ സുന്ദരിയാവും എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇച്ചിരി പൂവ് തന്നു കേട്ടോ. ഞാനത് വൈകുന്നേരം വരെ എൻ്റെ തലേന്ന് മാറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അങ്ങനെ വെക്കത്തില്ല, എനിക്ക് തലവേദന ഉണ്ടാവും. ഓൾറെഡി തലവേദനയായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു, പക്ഷെ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സി യു.